ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. കണ്ടൻറ്റും കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് എണ്ണീറ്റു. അപ്പോൾ വിചാരിച്ച് ഇന്നോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ഡെയിലി ബ്ലോഗ് പോലെ അങ്ങ് തുടങ്ങാം. പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല എന്തോ വന്നെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, ഈ വായിൽ കയറും വെച്ചുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ പേരാണ് വിസ്കി. ഞാൻ എപ്പോൾ എണ്ണീറ്റാലും ഇവൻ എന്തെങ്കിലും കൊണ്ട് വരും. മറ്റൊന്നുമല്ല, ഇവനിങ്ങനെ ഈ ഒരു ടൈമിൽ രാവിലെ എണ്ണീക്കുമ്പോൾ മറ്റേ എൻ്റെ കട്ടിലെ സൈഡ് വരുന്നതാണ്. ഇവനിപ്പം വന്ന് ഇവൻ്റെ കൂടെ കുറച്ച് നേരം ഇത് കണ്ടുണ്ട്. ഇപ്പോൾ ഇതിലിങ്ങനെ കയറാലൊക്കെ പിടിച്ച് വലിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, ഇച്ചിരി വിശകാണ്, മഴക്കാലയാണ്, എന്നാലും ചക്കരയാണ് നമ്മുടെ. കണ്ടോ 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 അവനിങ്ങനെ. ഗായ്സ്, ഈ സമയത്ത് ഞങ്ങൾ ചുമ്മാ രാവിലെ എണ്ണീറ്റൊന്ന് നടക്കാൻ ഇറങ്ങും. അതുകൊണ്ട് കൂടെ ഉണ്ട്. പിന്നെ ഞാനുണ്ട്, കൂടെ കൊണ്ടുപോകത്തേ ഉള്ളൂ. ഇവിടെ സ്കീ ഞാനുണ്ടെങ്കിലേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കാനൊക്കെ പോകുന്ന ഒരു ഷോ കാണിക്കുന്നത്. എല്ലാ ആളും വെളിയിൽ ഇറങ്ങത്തില്ല. എന്തോ പതുങ്ങി നടക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ അപ്പൻ. പത്രം വായനയാണ് രാവിലെ എണീറ്റ പത്രം ഇല്ലാതെ പറ്റത്തില്ല. എന്താ വെച്ചാൽ ചൂടുള്ള വാർത്ത വല്ലതും ഉണ്ടോ? യുദ്ധമോ? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമോ? രക്ഷപ്പെടുവോ? ഗൈസ്, നമുക്ക് നോക്കാം രക്ഷപ്പെടുവോ ഇല്ലയോ. ഗൈസ്, പിന്നെ ഇതാണ് എൻ്റെ മാതാജി. ഇത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്താണ് ഗൈസ്? വിസ്കിക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ചിക്കനും ചോറുമാണ് അവൻ്റെ രാവിലത്തെ ആഹാരം. നമുക്കിന്ന് പോകണ്ടേ? ഇന്ന് പോകണ്ട. പിന്നെ ഇവിടെ ഉണ്ട് വിസ്കിക്കുള്ള പരിപാടിയാണ്. വിസ്കി ഇതാണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട് അതിന്. അപ്പോൾ ഗൈസ്, റെഡിയായി എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ ഇട്ടു. ഇതാണ് ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് വരുന്നത്. ബ്രൗൺ ഷർട്ടും ഒരു ജീൻസുമാണ്, ഒരു ബാഗി ജീൻസുമാണ്. നോക്കാം, കൊള്ളാം. അങ്ങനെ റെഡിയായി വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് മരിക്കാമെന്ന് വിചാരിച്ച് കിട്ടുന്ന കുറച്ച് എക്സ്പ്രഷനാണ് ഗൈസ് ഇതൊക്കെ. അങ്ങനെ ഗൈസ്, മഴയൊക്കെ തോർന്നു. ഞാൻ പതുക്കെ ബൈക്ക് എടുത്ത് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ വീട്ടിൽ ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ ഓഫീസിലേക്ക്. അങ്ങനെ ഗായ്സ്, നേരെ ഓഫീസിലെത്തി വിഷ്ണുചേട്ടൻ എന്തോ കാര്യമായിട്ട് ചെയ്യുന്നു. ബാക്കി അവരെല്ലാവരും അവിടെ വട്ടം കൂടി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അവിടെ ഇരുന്നു ഗായ്സ്, എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോഴാണ് ഗായ്സ് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞത്. അപ്പം നേരെ തിരുവല്ല വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം നേരെ തിരുവല്ലയിലോട്ട് പോകാൻ തുടങ്ങുകയാണ് ഗായ്സ്. ഞങ്ങൾ തിരുവല്ല വരെ പോവാണ്. നേരെ ഓഫീസിൽ നിന്നാണ്. സച്ചിൻ ബ്രോ ഉണ്ട് കൂടെ. നമുക്ക് തിരുവല്ല ഒരു ചെക്ക് കൊടുക്കാൻ പോകണം. സച്ചിൻ ബ്രോ കൂടെ നമ്മളിവിടെ അഖിൽ ബ്രോ ഉണ്ട്. പിന്നെ എസ്തെറ്റിക് എബിച്ചേട്ടുണ്ട്. അതാണ് എസ്തെറ്റിക്കാണ്. തിരുവല്ലയിൽ പോകുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിന് കഴിക്കാൻ മുട്ടി. അപ്പം 2 ഓംലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഓംലേറ്റ് കഴിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ അണ്ണൻ്റെ കട. ഇവിടെ ഓഫീസിനടുത്താണ്. ഇവിടുന്നാണ് നമ്മൾ ഭക്ഷണമെല്ലാം കഴിക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കുമായിട്ടും എല്ലാം നല്ല കടികളും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇവിടെ. സച്ചിൻ ബ്രോ കാര്യമായിട്ട് എന്തൊക്കെ എടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇവിടെ നല്ല എണ്ണക്കടികളും കാര്യമൊക്കെ കിട്ടും. അണ്ണൻ ചേട്ടാ, രാവിലെ എന്തോ കഴിക്കുന്നത്? സമൂസയും ഡബിൾ ഓംലേറ്റുമാണ് കഴിക്കാൻ പോകുന്നത്. അതിൽ എവിടെ നിന്നോ പറന്ന് വരുന്നുണ്ട്. മണം അടിച്ചാന്ന് തോന്നുന്നു വരുന്നുണ്ട്. ചിരിയൊക്കെ കണ്ടില്ലേ, കോമളായി. ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. വൺ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. അങ്ങനെ ഗൈസ്, അവിടെ നിന്ന് നേരെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരുവല്ലയ്ക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞാനും നമ്മുടെ സ്വന്തം അഖിൽ ബ്രോയും, ഇതാണ് ഗൈസ് അഖിൽ ബ്രോ. ഞങ്ങൾ 2 പേരോടാണ് നേരെ സ്കൂട്ടറിൽ തിരുവല്ലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ എബിച്ചേട്ടനും സച്ചിനും, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് തിരുവല്ലയിലോട്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം നമ്മളൊക്കെ നേരെ തിരുവല്ലയ്ക്ക് പോകും. അങ്ങനെ ഗൈസ്, നമ്മൾ തിരുവല്ലയിലെത്തി. തിരുവല്ലയിൽ നേരെ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകേണ്ടതാണ്. തിരുവല്ലയിൽ വന്നപ്പോൾ അതൊരു നല്ല ബ്ലോക്കാണ് ഗൈസ്. തിരുവല്ലയിൽ ഈ സമയത്തൊക്കെ, അതായത് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടൊക്കെ നല്ല ബ്ലോക്കാണ്. ഫുൾ ടൈം ബ്ലോക്കാണ് ഗൈസ്. എന്താണെന്നറിയത്തില്ല. എന്നാലും നമുക്ക് നമ്മുടെ ലൊക്കേഷനിലോട്ട് നേരെയും പോവാം.
അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയതുകൊണ്ട് എൻ്റെ ബൈക്ക് രാമൻ ഗൈസ് നടന്നു പോന്നു. അവിടെ ബിച്ചേട്ടനും അഖിലും അവിടെ നമ്മളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഞാനും രാമനും കൂടെ പോവുകയാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ചായ തിരുവല്ല. അതെ, രാമന് ചെക്ക് ഇന്ന് തന്നെ കൊടുക്കണം, അല്ല രാമന് സീനാവും. അതുകൊണ്ട് രാമൻ ചെക്ക് കൊടുക്കാൻ നമ്മൾ ചെങ്ങന്നൂന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ് ഗൈസ്. അപ്പോൾ ഇനിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. സച്ചിൻ ബ്രോ എന്തുവായിരുന്നു കുറേ നേരം എന്താ എനിക്ക് പോസ്റ്റ് ആണ് കേട്ടോ. കസ്റ്റമർ OTP ആണ്, അരമണിക്കൂർ അവിടെ പോസ്റ്റ് ആയിരുന്നു ഗൈസ്. സ്കൂളിലുള്ള രണ്ടെണ്ണം ചെരുപ്പെടുക്കാനെന്നും പറഞ്ഞ് എങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അവരെ പോയി കണ്ടുപിടിക്കണം. അപ്പോൾ അവരെ കണ്ടിട്ട് വരാം. അങ്ങനെ ഗൈസ് ലഭിച്ചേണ്ണ അഖിലിനെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ തിരിച്ച് ചെങ്ങന്നൂരോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ പോകുന്ന വഴിക്ക് ദാഹിച്ചപ്പോൾ ഒരു നാരങ്ങ വെള്ളം അടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു നാരങ്ങ വെള്ളം കുടിച്ചു. കൊള്ളാം ഗൈസ്, നല്ലൊരു ഡീസൻറ്റ് നാരങ്ങ വെള്ളമായിരുന്നു. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇനി നേരെ ഓഫീസിലോട്ട്. ഗൈസ് ഇന്ന് ഓഫീസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചപ്പോൾ നല്ല മഴയാണ് ഇവിടെ. കറക്റ്റ് സമയത്ത് മഴ പെയ്തു. ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചൊക്കെ നിൽക്കാം. എന്തോ ചെയ്യാൻ. ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് തുടങ്ങിയപ്പോൾ വിതിൻ ചേട്ടൻ വിളിച്ചു സ്മോക്കി ഷാക്കിലോട്ട് പോവാം, വല്ല മഞ്ചേരി വരെയും കഴിക്കും. അങ്ങനെ വിതിൻ ചേട്ടൻ വല്ല വാങ്ങിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈക്ക് എടുത്ത് ഞാൻ വീണ്ടും ഇറങ്ങി ഗൈസ്. അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്തൊക്കെ ഊർന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ സ്മോക്കി ഷാക്കിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ സ്മോക്കി ഷാക്കിലെത്തി. അച്ചൂട്ടിയും വിതിൻ ചേട്ടനും ശില്പയാകത്തുണ്ട്, അതുകൊണ്ട് ഞാനും അകത്തേക്ക് കയറുന്നു ഗൈസ്. അങ്ങനെ അകത്ത് കയറിയപ്പോൾ ഇരിക്കുന്നു വിതിൻ ചേട്ടൻ, അച്ചൂട്ടിയും ശില്പയും. അത് കാര്യമായിട്ട് ഫോണിൽ നോക്കുമൊന്നുമല്ല, ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് ഇരിപ്പുമാണ് ഗൈസ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് ഓർഡർ ചെയ്ത ലോഡഡ് ഫ്രൈസ് ആണ് ഗൈസ്. അത് കണ്ടിട്ടുള്ള ശില്പയുടെ എക്സ്പ്രഷനാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ആ കൊണ്ടുവന്ന് വെച്ചതെല്ലാം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാലിയാക്കി. അടുത്ത ഒരാൾ കൂടെ വരുന്നുണ്ട്, ആൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവസാനം അതാ വരുന്നുണ്ട് ആൾ ഗൈസ്. ഇപ്പം തുറന്നൊരാൾ കയറി വരും. എന്താ ഗ്ലാമർ ഗൈസ്. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും പോവാണ്. 6 മണി സമയം ആകുമ്പോൾ വാച്ച് കാണിച്ചേ. മോളെ എന്തിനാണ് ഇടയ്ക്ക് വന്ന് ചളി അടിക്കുന്നത്? ബൈ ബൈ ബൈ. ഗൈസിന് ഓർഡർ ചെയ്ത് അൽഫം ഞങ്ങൾ കഴിക്കേണ്ടി വരും, കുഴപ്പമില്ല കഴിക്കാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. പെപ്പർ ചിക്കനാണ്, പെപ്പർ അൽഫാമാണ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. കൊള്ളാം, ഒരു സാധനം. കുണു എന്ന് പറയാണ്ടാണ് കഴിച്ചിട്ട് നോക്ക്. നമ്മളെ അത് കഴിച്ചിട്ട് കാര്യമില്ല, നമ്മളെ ചിക്കൻ കഴിക്കണം. ചിക്കൻ ഊള എക്സ്പ്രഷനൊക്കെ ഇപ്പോൾ ഇട്ട് ചാകുന്ന കാണാം. നമ്മളെ കഴിക്കടി. ദേ ചിക്കൻ എടുത്തു മുക്കി ദേ കഴിച്ചു. എങ്ങനെയുണ്ട് എന്താ റൈസ്? അപ്പോൾ ഈ ഫുഡൊക്കെ കഴിഞ്ഞത് ഞങ്ങളെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. വിതിൻ ചേട്ടൻ നിൽക്കുന്നു, കുണുവാവ. വിതിൻ ചേട്ടൻ എന്തോ കാണിക്കാൻ വന്നു. അതാണ് കുണുവാവ അതാണ്. ഓക്കെ ഗൈസ് ബൈ. ഇനി നേരെ വീട്ടിലോട്ട് ഗൈസ്. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, രാത്രിയായി മഴയായി, ഇനി ഞാൻ വീട്ടിലോട്ടൊന്നും പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. അപ്പോൾ ബൈ.